ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്നാക്കാണ്. ഇതുണ്ടാക്കാൻ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു കപ്പ് ചവ്വരി എടുത്തിട്ടുണ്ട്. പിന്നെ 2 ഉരുളക്കിഴങ്ങ് കൂടെ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് പുഴുങ്ങിയിട്ട് ഒന്ന് തൊലി കളഞ്ഞ് വെച്ചതാണ്. പിന്നെ മൈദ 1/4 കപ്പ് മൈദ വേണം. പിന്നെ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് നിങ്ങളെ എരിവിനനുസരിച്ച് എടുക്കാവുന്നതാണ്. അപ്പോൾ അധികം എരിവില്ലാത്ത പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചവ്വരി കുറച്ച് നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പം ഒരു പാനിൽ ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള വെറൈറ്റി ആയിട്ടുള്ള സ്നാക്ക് കാണാനായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കാനും മറക്കല്ലേ. അപ്പം നമ്മുടെ ചവ്വരിയുടെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വെച്ചിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ വേറൊരു ബൗളിൽ നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. അത് ഒന്ന് നന്നായിട്ട് ഉടച്ചെടുത്താൽ മാത്രം മതി. അപ്പം ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കണം. അപ്പം എരിവില്ലാത്ത 2 പച്ചമുളക് ചേർക്കുന്നുണ്ട്. അപ്പം പിന്നെ ഒരു 1/4 ടീസ്പൂണ് ജീരകം ചേർക്കാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ അതുകൂടെ ചേർക്കാം. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർക്കാം. കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാം. പിന്നെ ഒരു ടീസ്പൂണ് നാരങ്ങാനീര് കൂടെ ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മളിപ്പോൾ ഇവിടെ പൊടിച്ചെടുത്തിട്ടുള്ള ചവ്വരി കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. ഇതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പ് മൈദ പൊടിയും കൂടെ ചേർക്കാം. നല്ലപോലെ കുഴച്ചെടുക്കണം. ഇത് വെള്ളമൊന്നും ചേർക്കാണ്ട് തന്നെ ഇത് കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് സോഫ്റ്റായിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതൊന്ന് കൈവച്ചിട്ട് തന്നെ കുഴച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതൊന്ന് കുഴച്ചെടുക്കാം. ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് സേവനാഴിയിലാണ്, നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന സേവനാഴിയിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സേവനാഴിയിൽ കുറച്ച് നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു അച്ചാന്ന് വേണ്ടത്, നമ്മൾ മുറുക്കെല്ലാം ഉണ്ടാക്കുന്ന സെയിം അച്ചാന്ന് വേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു മാവ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ ഞാനൊരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം. അത് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. തീയൊന്ന് കുറച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ഇട്ട ഉടനെ തന്നെ ഇളക്കിയെടുക്കണമെന്നില്ല, കുറച്ച് സമയം കൊടുക്കണം. ഈ ഒരു സ്നാക്ക് ഒന്ന് സെറ്റായിട്ട് വരാൻ നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വരുന്നവരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സ്നാക്ക്. അപ്പോൾ ഇത് ഓയിലിൻ്റെ അകത്തുനിന്ന് കോരി മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക്, ചവ്വരിയും ഉരുളക്കിഴങ്ങെല്ലാം വെച്ചിട്ടുണ്ടാക്കുന്ന ഈ ഒരു സ്നാക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, ടേക്ക് കെയർ.